കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം എന്താ കണ്ടോ, കിയയുടെ സെൽറ്റോസ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം ടോപ്പ് ഓപ്ഷനാണ്. കിയ സെൽറ്റോസ് ഇറങ്ങിയപ്പോൾ ഉള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വാഹനം. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഡീസലാകുമ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടാവും, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. നല്ല മൈലേജ് തരുന്ന വണ്ടി കൂടിയാണ്, അതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാം. കിയയുടെ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഈ GT ലൈനും കൂടിയാണ്, സാധാരണ ടെക് ലൈനിൽ വരുന്ന വണ്ടിയല്ല, GT ലൈനാണ്. ഈ GT ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലും അതുപോലെ ഫ്രണ്ടിലൊക്കെ നമുക്കൊരു റെഡ് ഇൻസേർട്ട് കാണാൻ പറ്റും. അവിടെ നോക്കിയാലും ഇപ്പോൾ കാലിപ്പറിലായാലും അലോയ്സിലായാലും സൈഡ് ഡോറിൻ്റെ എൻഡിലായാലും നമുക്ക് ആ ഒരു റെഡ് സംഭവം കാണാൻ പറ്റും. അത് ഇൻറ്റീരിയേഴ്സിലും ഉണ്ടോ, മറ്റേ സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലായാലും നമുക്ക് ആ റെഡ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ GT ലൈനിൽ പെടുന്ന ഈ ഒരു കിയ സെൽറ്റോസ് 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. അതേപോലെ തന്നെ 35,000 ചില്ല കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അത് ഓണർഷിപ്പും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ പറയാം, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാണ്ട് നോക്കിയിട്ട് എൻ്റെ റേറ്റും ഓണർഷിപ്പും ഒരുമിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗമെല്ലാം കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഞാൻ സെൽറ്റോസ് എത്തിയിരിക്കുകയാണ്. സെൽറ്റോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോപ്പ് എൻഡ് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ സെൽറ്റോസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, 2 ലൈനിലാണ് ഈ വണ്ടി ഇറങ്ങണം. ഒന്ന് GT ലൈനും ഒന്ന് ടെക് ലൈനും. അപ്പോൾ ടെക് ലൈനിൻ്റെ ഫുൾ ഓപ്ഷൻ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. പക്ഷേ ഇത് GT ലൈനിലെ ഫുൾ ഓപ്ഷനാണ് വന്നേക്കണം. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൂടിയാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലാക്ക് സെൽറ്റോസ് എന്ന് പറഞ്ഞാൽ ലുക്ക് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ GT ലൈൻ ആകുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റെഡ് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൈഡിൽ തന്നെ കാണാം ഉണ്ടോ, ഡോർസുമായാലും അലോയ്സുമായാലും കാലിപ്പറും എല്ലാത്തിനും നമുക്ക് റെഡ് ഒരു ലൈനിങ് നമുക്ക് എവിടെയും കിട്ടും. ഈ സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്തേക്കണം, ഈ സംഭവം സ്റ്റോക്കിൽ വന്നതല്ല. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സെൽറ്റോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തി. 2022 മോഡൽ. ടോപ്പ് വ്യൂയിലേക്ക് നോക്കിക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വരുന്നത്. ഇനി നമുക്ക് വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ വീലാസിലേക്ക് പോവാം. നല്ല നീറ്റായിട്ടൊക്കെ വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം. ഒറിജിനൽ കമ്പനി അലോയ്സ് വിത്ത് ആ ഒരു റെഡ് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓട്ടോൻ്റെ ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായി നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റ് കാണാൻ പറ്റും. ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ബോണറ്റിൽ കിട്ടുന്നില്ല. വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാം. ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഗ്രില്ല് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഹെഡ് ലാംപ്സിലേക്ക് പോകാം. ഹെഡ് ലാംപ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഹെഡ് ലാംപ്സ് കാണാം. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സിനും യാതൊരു രീതിയിലൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല, എന്താണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്നു. ബമ്പർ ഗാർഡ് വരുന്നുണ്ട്. താഴെ നമുക്ക് DRLs വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡിൽ നമുക്കിവിടെ മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഡിക്കേറ്റർ മിറേഴ്സാണ്. 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് 2 ഡോറും നോക്കാം. 2 ഡോറും നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ താഴെ നമുക്ക് റെഡ് ലൈനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫിലേക്ക് വരാം. റൂഫിലേക്ക് നമുക്കിവിടെ റൂഫ് റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ സൺ വൈസേഴ്സ് കാണാൻ പറ്റും. ഡോർ വൈസേഴ്സ് കാണാൻ പറ്റും. ഡീസലാണ്, അതിൻ്റെ ചെറിയ സ്റ്റിക്കറിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സെൽറ്റോസിൻ്റെ ബാഡ്ജ് കിട്ടുന്നുണ്ട്. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. ഡീഫോഗസ് വരുന്നുണ്ട്. യുവോ കണക്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് കിയനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. നമുക്ക് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആപ്പാണത്. GT ലൈനിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ബമ്പർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം ബൈ ഡീഫോൾട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുകൂടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഫുള്ള് ബ്ലാക്കാണ്. GT ലൈൻ ആയതുകൊണ്ട് ഫുള്ള് ബ്ലാക്കാണ് പോയേക്കണം. വിത്ത് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആണോ, GT ലൈനിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് സീറ്റ് കവേഴ്സാണ്. എക്സ്ട്രാ ആയിട്ട് ആഡോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിയറിങ്ങിൽ എല്ലാവിധ കൺട്രോൾസും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നമുക്ക് ബോസിൻ്റെ ഒരു ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഡാഷൊക്കെ നോക്കാം. നീറ്റായിട്ടിങ്ങനെ ഡാഷ് ബോർഡ്സ് കാണാൻ പറ്റും. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഞാൻ ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞു, അതിൻ്റെ നോബ് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. റിയറിലെ ക്യാമറ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഡോർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് സീറ്റിൽ കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ GT ലൈനിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഡ്രൈവ്, ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ബാക്കിയുള്ള ചാർജിങ് പോർട്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി
ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേയും കൂടി ഉണ്ട് കേട്ടോ. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. ഓക്കെ, ഇനി പറയണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ഫുള്ളി ബ്ലാക്കാണ് പോയേക്കണേ. ഇവിടെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. വിത്ത് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ എസിയുടെ വെൻറ്റും ഇവിടെ എയർ ക്വാളിറ്റിയുടെ ആ മോണിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കുകയാണ്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്കും അതേപോലെ തന്നെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് CRDA ടെക്നോളജി വന്നേക്കണം, ഡീസൽ എഞ്ചിൻ ഓപ്ഷനിൽ വന്നേക്കണം സെൽറ്റോസിൻ്റെ എഞ്ചിൻ റൂം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി. അത്രയ്ക്ക് പെർഫെക്റ്റാണ് വണ്ടി, ഒന്നും പറയാനില്ല. കേട്ടോ, എല്ലാം ഇവിടെയും ഫുള്ള് ബ്ലാക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. GT ലൈൻ ആയതുകൊണ്ട് ഇവിടെയും മൊത്തത്തിലേക്ക് ബാറ്ററി സംഭവങ്ങളെല്ലാം ബ്ലാക്കായിട്ടാണ്. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും എഡ്ജസിൽ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു കംപ്ലൈൻറ്റില്ല നമുക്ക് കൂടെ പറയാം. ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൂടെ കിട്ടാനില്ല. CRDA ഇഞ്ചക്ഷൻ അതിൻ്റെ ബാഡ്ജിങ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാം. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അതിന് മുമ്പ് നമുക്കിവിടെ കീ ഒന്ന് എടുക്കാം. ഇതാണ് കീ വന്നേക്കണം. നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് കീയൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണാനാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. എങ്ങനെയുണ്ട്? ന്യായമായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ മാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കാം. ഒറിജിനൽ കമ്പനി ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു രീതിയിലുള്ളൊരു പഴമയോ കാര്യങ്ങളൊന്നുമില്ല. റോഡ് ടച്ച് ചെയ്യാത്ത ഇൻറ്റീരിയേഴ്സാണ്. അതേപോലെ നമുക്കിവിടെ എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലിഡിലേക്ക് പോകാം. ലിഡിലായാലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ ലിഡിലും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളെല്ലാവരും ഈ ഒരു കിയ സെൽറ്റോസ് കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 35,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓപ്ഷനാണ്. GT ലൈനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. GT ലൈനിൻ്റെ ആ ഒരു റെഡ് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ റേറ്റ് നമുക്ക് നിലവിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നിലവിൽ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നിലവിൽ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റേറ്റ് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ നിങ്ങൾക്ക് വോയിസോ ടെക്സ്റ്റോ ചെയ്തേക്കാം. റിപ്ലൈയും കാര്യങ്ങളും വരുന്നതാണ്. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സെൽറ്റോസിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.